IC ബാലകൃഷ്ണനും കെ എ തുളസിയും മന്ത്രിസഭയിലേക്ക് ടേം വ്യവസ്ഥയിൽ ഇരുവരും മന്ത്രിമാരാകും. രമേശ് ചെന്നിത്തലയുടെ ആവശ്യമൊടുവിൽ അംഗീകരിച്ചു. അനൂപ് ജേക്കബിനും ഫുൾ ടൈം നൽകാനും ആലോചന. ബിനിൽ ലീല സാബു, ബിനിൽ, അങ്ങനെ സമവായത്തിന്റെ ചിത്രം തെളിയുന്നു. ഇരുവരും, അതായത് കെ എ തുളസിയും, ചിത്രത്തിൽ ഇല്ലാതിരുന്ന കെ എ തുളസിയും കൂടി മന്ത്രിസഭയിലേക്ക് വരുന്നു. അവർ ഒരു ടേം വ്യവസ്ഥയിൽ വരുന്നു എന്നുള്ളത്. അങ്ങനെയെങ്കിൽ ടി സിദ്ദിഖിന് അപ്പോൾ സാധ്യത മങ്ങിയോ? ടി സിദ്ദിഖ് ഇല്ലേ ഇനി ചിത്രത്തിൽ? ഒടുവിൽ ഇത് മാത്രമേ ഉള്ളൂ. മറ്റൊന്ന്, അനൂപ് ജേക്കബിന് ഫുൾ ടൈം നൽകുമ്പോൾ തീർച്ചയായും മാണി സി കാപ്പന് മറ്റേതെങ്കിലും സ്ഥാനം നൽകുവാനാണോ ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്? ഇപ്പോൾ ടി സിദ്ദിഖും ചിത്രത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിലും വയനാട്ടിൽ നിന്ന് രണ്ട് മന്ത്രി ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സംശയം. അത് എന്തായാലും ഉറപ്പിക്കേണ്ടതുണ്ട്. എന്തായാലും രമേശ് ചെന്നിത്തലയുടെ ആവശ്യം അംഗീകരിച്ചിരിക്കുന്നു. അവിടെ IC ബാലകൃഷ്ണൻ ഇവിടെ മന്ത്രിസഭയിലേക്ക് വരികയാണ്. ടേം വ്യവസ്ഥയിലാണ്, കോൺഗ്രസിൽ ടേം വ്യവസ്ഥ വരികയാണ്. ടേം വ്യവസ്ഥയിലാണ് ഈ രണ്ടുപേരും മന്ത്രിമാരാകുന്നത്. കെ തുളസിയും അതോടൊപ്പം തന്നെ IC ബാലകൃഷ്ണനുമാണ് മന്ത്രിമാരായി വരിക. ആദ്യ 2.5 വർഷം മന്ത്രിയാകുക IC ബാലകൃഷ്ണനാണ് എന്നാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. അവിടെ ഒരു സമവായ നീക്കമാണ് ഉണ്ടായത്. രമേശ് ചെന്നിത്തല അത്രമേൽ കടുംപിടുത്തം പിടിച്ചിരുന്നു ഈ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി. IC ബാലകൃഷ്ണനെ മന്ത്രിയാക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതോടൊപ്പം അൻവർ സാദത്തിന്റെ പേരും അദ്ദേഹം പറഞ്ഞതാണ്. പക്ഷേ ആ സാമുദായിക പ്രാതിനിധ്യം അതിന് വെല്ലുവിളിയാണ് മന്ത്രിയാക്കാൻ. അതുകൊണ്ട് അൻവർ സാദത്ത് മന്ത്രിസഭയിലേക്ക് ഇല്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതിന് പകരമാണ് ഇപ്പോൾ IC ബാലകൃഷ്ണനെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. കെ തുളസിയുടെ പേര് നേരത്തെ ഉണ്ടായിരുന്നു. AP അനിൽകുമാറിനെ മാറ്റി കെ തുളസിയെ മന്ത്രിയാക്കണമെന്ന ഒരു വിഭാഗം ആവശ്യപ്പെട്ടു. അത് VD സതീശൻ അനുകൂലികളാണ് അത് ആവശ്യപ്പെട്ടത്. AP അനിൽകുമാർ KC പക്ഷത്തെ പ്രധാനപ്പെട്ട നേതാവാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കി കെ തുളസിയെ മന്ത്രിയാക്കണം, പുതുമുഖം വരണം എന്നൊരു ആവശ്യം ഉയർന്നതാണ്. പക്ഷേ അത് പിന്നീട് മാറുകയായിരുന്നു. ഇപ്പോൾ അനിൽകുമാറിന് പുറമെ IC ബാലകൃഷ്ണനും ഈ മന്ത്രിസഭയിലേക്ക് വരികയാണ്. വകുപ്പുകളൊന്നും ഇപ്പോൾ തീരുമാനമായിട്ടില്ല. അത് പിന്നീടാകും തീരുമാനിക്കുക. എന്തായാലും അദ്ദേഹം ആ തീരുമാനം വൈകാതെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. ചെന്നിത്തലയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇപ്പോൾ നേതൃത്വം ഇങ്ങനെയൊരു നിലപാടിലേക്ക് പോകേണ്ടി വന്നത്. അദ്ദേഹം കടുത്ത നിലപാടിൽ ഉറച്ചിരുന്നു. തുടക്കത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം നിഷേധിച്ചപ്പോൾ അദ്ദേഹം ഇനി മന്ത്രിസഭയിലേക്ക് ഇല്ല എന്നാണ് പറഞ്ഞത്. പിന്നീട് പാർട്ടി അനുനയ നീക്കവുമായി പോയി. അപ്പോൾ മുന്നോട്ട് വെച്ച ഉപാധികളിൽ ഒന്ന് ഇതായിരുന്നു. തനിക്ക് മാത്രമല്ല ആഭ്യന്തരമന്ത്രി സ്ഥാനത്തേക്ക് താൻ വരാം, അതിനൊപ്പം തന്നെ തനിക്കൊപ്പം നിൽക്കുന്ന 2 പേരെ മന്ത്രിയാക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അതിൽ പേരുകൾ പറഞ്ഞത് IC ബാലകൃഷ്ണന്റെ പേരും അൻവർ സാദത്തിന്റെയും TJ വിനോദിന്റെ പേരുമാണ് പറഞ്ഞിരുന്നത്. അതിൽ അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത് ഒരാളെങ്കിലും മന്ത്രിയാക്കും എന്നൊരു പ്രതീക്ഷയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായിരുന്നത് എന്നാണ് അദ്ദേഹത്തിന് അടുത്ത ആളുകൾ പറയുന്നത്. അതാണ് ഇപ്പോൾ നടപ്പിലായിരിക്കുന്നത്. IC ബാലകൃഷ്ണൻ മന്ത്രിസഭയിലേക്ക് വരികയാണ്. അദ്ദേഹം ആദ്യ 2.5 വർഷം അദ്ദേഹമായിരിക്കും. അതിനുശേഷം കെ തുളസി, കോങ്ങാട് നിന്നുള്ള അംഗമാണ്, VK ശ്രീകണ്ഠന്റെ ഭാര്യയായിട്ടുള്ള പാർട്ടിയിലെ KPCയുടെ ജനറൽ സെക്രട്ടറിയാണ് കെ തുളസി മന്ത്രിസ്ഥാനത്തേക്ക് ആദ്യ 2.5 വർഷം കഴിഞ്ഞാൽ പിന്നീടുള്ള 2.5 വർഷം കെ തുളസി ആയിരിക്കും മന്ത്രിസ്ഥാനത്തേക്ക് വരിക. അങ്ങനെ കോൺഗ്രസിൽ നിലവിൽ IC ബാലകൃഷ്ണനെ തുണച്ചിരിക്കുന്നത് ഒന്ന് രമേശ് ചെന്നിത്തലയുടെ സമ്മർദ്ദം, മറ്റൊന്ന് ഹൈക്കമാൻഡിന്റെ ഇടപെടലാണോ? അപ്പോൾ നേരത്തെ തന്നെ പ്രിയങ്ക ഗാന്ധി IC ബാലകൃഷ്ണനെ നിർദ്ദേശിച്ചിരുന്നു. ടി സിദ്ദിഖ്, IC ബാലകൃഷ്ണൻ എന്നീ 2 പേരുടെ പേരുകൾ വരുമ്പോൾ IC ബാലകൃഷ്ണനെയാണ് പിന്തുണച്ചിരുന്നത് എന്നാണ് പുറത്തു വന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ ഈ 2 ഘടകങ്ങളാണോ ഇക്കാര്യത്തിൽ നിർണായകമായി നിലവിൽ മാറിയിരിക്കുന്നത്? നിലവിൽ ഹൈക്കമാൻഡിന്റെ ഒരു തീരുമാനം വന്നിരിക്കുന്നത് അതിൽ IC ബാലകൃഷ്ണൻ 2.5 വർഷം മന്ത്രിയാകട്ടെ എന്നുള്ളതായിരുന്നു. അവിടെ ഒരു ആശയക്കുഴപ്പം കൂടി ഉണ്ടായിരുന്നു. അവിടെ ആദ്യ പിന്തുണ ടി സിദ്ദിഖിന് പോയെങ്കിലും പിന്നീട് രമേശ് ചെന്നിത്തല കടുംപിടുത്തമായിരുന്നു. അതോടൊപ്പം തന്നെ ആ ആവശ്യങ്ങൾ, രമേശ് ചെന്നിത്തല ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കം പറയുകയും ചെയ്തതാണ്. സംസ്ഥാനത്ത് അതൊരു ചർച്ചയിലേക്ക് വന്നപ്പോഴാണ് അതിലൊരു ആശയക്കുഴപ്പവും അവ്യക്തതയും ഒക്കെ വന്നത്. ഏറ്റവും ഒടുവിലാണ് ഇത്തരത്തിലൊരു ടേം വ്യവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അങ്ങനെയാണ് IC ബാലകൃഷ്ണൻ 2.5 വർഷവും പിന്നീട് ബാക്കിയുള്ള 2.5 വർഷം കെ തുളസിയും മന്ത്രിയാകട്ടെ എന്നൊരു നിലപാടിലേക്ക് സംസ്ഥാന നേതൃത്വം എത്തിയത്. ആ തീരുമാനം ഹൈക്കമാൻഡിനെ അറിയിച്ചു. ഹൈക്കമാൻഡ് അത് അംഗീകരിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പട്ടിക, മന്ത്രിമാരുടെ പട്ടിക ഈ രീതിയിലേക്ക് മാറിയത്. എന്തായാലും AP അനിൽകുമാറിനൊപ്പം തന്നെ IC ബാലകൃഷ്ണനും മന്ത്രിസഭയിലേക്ക് വരികയാണ്. അങ്ങനെ ടേം വ്യവസ്ഥ കോൺഗ്രസിൽ വരികയാണ്. നിലവിൽ എന്തായാലും ഇക്കാര്യങ്ങൾ ഇനി അധികം വൈകാതെ ചർച്ചകൾ പൂർത്തിയാക്കി അധികം വൈകാതെ ഗവർണറെ കാണാൻ നീക്കത്തിലേക്കാണ് VD സതീശന്റെ നീക്കം.